അതിൻ്റെ എല്ലാ നിയമവശങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് കാര്യങ്ങളിലുള്ള നടപടികൾ സർക്കാർ കേസെടുക്കണമെന്നൊരു ആവശ്യം പൊതുവിൽ. കാരണം ഇപ്പോൾ ഒരു ആരോപണമാണെങ്കിൽ തന്നെ അത് കേസെടുക്കാവുന്നതാണെന്ന തരത്തിൽ വിദഗ്ധരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു അന്വേഷണം അത്യാവശ്യമായി രീതിയിൽ നടക്കേണ്ടതല്ലേ, പോലീസും അല്ലെങ്കിൽ ആ തരത്തിലുള്ള അന്വേഷണം നടക്കേണ്ടത്? സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. അതായത് ഈ മേഖലയിലുള്ള ചൂഷണം അവസാനിപ്പിക്കുക എന്നുള്ളത്, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ച് ഈ പറഞ്ഞ കാര്യം ഉൾപ്പെടെയുള്ളവയിൽ അതിൻ്റെ നിയമ സാധുത പരിശോധിച്ച് തീർച്ചയായിട്ടും സർക്കാർ ആ കാര്യങ്ങൾ ആ നിലയിൽ തന്നെ ചെയ്യും. അതിൻ്റെ നിയമസാധുത കൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും അത് ചെയ്യും. നല്ല ആളുകളും ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, മോശം ആളുകൾ മാത്രമല്ല നല്ല നടന്മാരും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൺതാരങ്ങൾക്ക് പോലും ഇത്തരത്തിലുള്ള ഹരാസ്മെൻറ്റ് നേരിടുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ പ്രതികരിക്കുന്ന ആളുകളെ വീണ്ടും വിലക്കുക എന്നുള്ള തരത്തിലേക്കൊക്കെ. അപ്പോൾ ഇതൊരു പറഞ്ഞ WCC ഒക്കെ പറഞ്ഞത് ഏതാണ്ട് ശരിയാണെന്ന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള റിപ്പോർട്ട്. 45ഓളം മൊഴികളുണ്ട് എന്നാണ് ജസ്റ്റിസ് ഹേമ പറഞ്ഞത്. അതുകൂടാതെ അവരൊരു കാര്യം കൂടിയും പറഞ്ഞിരിക്കുന്നു, സ്റ്റെനോഗ്രാഫറെ പോലും വെക്കാതിരുന്നത് അതിൻ്റെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അതിൻ്റെ രഹസ്യാത്മകത നഷ്ടപ്പെട്ടു പോകും പേടിച്ചിട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്രത്തോളമാണ് ഈ ഒരു ടീം ഒരു ഗുണ്ട സെറ്റപ്പിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത്? അതുകൊണ്ട് തന്നെയാണ് ഈ വെളിപ്പെടുത്തലുകളും വിവരങ്ങളും അതീവ ഗൗരവമുള്ളതാകുന്നത്. ഇപ്പോൾ എല്ലാ ചലച്ചിത്ര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ നിലയിലുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്, മലയാളത്തിൽ മാത്രമല്ല. പക്ഷേ മലയാളം അതിനൊരു തുടക്കമിട്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ WCCയുടെ വിമൻ കളക്റ്റീവ് ഇൻ സിനിമയുടെ അംഗങ്ങളുടെ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അതിൽ വലിയ രീതിയിൽ സഹായകരമാകുന്നു. അതോടൊപ്പം എല്ലാ താരങ്ങളും ഇപ്പോൾ ലിംഗഭേദമന്യേ നല്ല നിലയിലുള്ള ഒരു പിന്തുണ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടി ചില പ്രതികരണങ്ങൾ കാണുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും ഇതൊരു വലിയ മാറ്റത്തിനുള്ള ഒരു അടിസ്ഥാനം ആണ് ഇതിലൂടെ സാധ്യമാകുന്നത്. സ്ത്രീകൾക്ക് സുരക്ഷിതമായി തൊഴിൽ ചെയ്യുന്നതിനുള്ള തൊഴിലിടമാകണം സിനിമാ മേഖല. അപ്പോൾ സർക്കാർ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ക്യാമറയ്ക്ക് പിന്നിലും സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാകണം. അതായത് സ്ത്രീകളുടെ ഇപ്പോൾ ടെക്നിക്കലായിട്ട് ഈ സിനിമാ മേഖലയിലുള്ളവരുമായിട്ടൊക്കെ സംസാരിച്ചു, ടെക്നീഷ്യൻസ്, ഇപ്പോൾ ക്യാമറ പ്രവർത്തകർ, അങ്ങനെയുള്ള മേഖലകളിലൊക്കെ സ്ത്രീകൾ വലുതായിട്ട് കടന്നു വരേണ്ടതുണ്ട്. അപ്പോൾ സർക്കാർ അതിന് വേണ്ടിയിട്ടുള്ള സ്ത്രീകളുടെ സിനിമകൾക്ക് പിന്തുണ നൽകുന്നുണ്ട്. സ്ത്രീകൾക്ക് ടെക്നിക്കൽ മേഖലയിൽ കടന്നു വരുന്നതിനുള്ള ഇപ്പോൾ ഈ നമ്മുടെ ഈ മുൻനിരയിൽ നിൽക്കുന്ന വനിതാ സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെ അവരുടെ കൂടി നേതൃത്വത്തിൽ നമ്മൾ ക്യാമ്പുകളൊക്കെ ഈ കാലഘട്ടത്തിൽ സംഘടിപ്പിച്ചു പോകുന്നുണ്ട്. അപ്പോൾ പലതരത്തിലാണ് ഇതിനെ കാണുന്നത്. അതോടൊപ്പം ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യമുണ്ടല്ലോ, അതിൻ്റെ നിയമപരമായിട്ടുള്ള നിയമസാധുത കൂടി പരിശോധിച്ചുകൊണ്ട് സർക്കാർ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കും. ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് സർക്കാർ ഇത്ര നാളും റിപ്പോർട്ട് പുറത്തുവിടാതെ വേട്ടക്കാരെ സഹായിക്കുകയായിരുന്നതാണ്. അതിലെന്തെങ്കിലും അഭിപ്രായം? അതാണ് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ഇപ്പോഴും ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടാണ് അതിലൂടെ ശ്രമിക്കുന്നത്. യഥാർത്ഥ വിഷയം എന്താണ്? പതിറ്റാണ്ടുകളായി സിനിമാ മേഖലയിൽ നടക്കുന്ന അതല്ലെങ്കിൽ നിലനിൽക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പോലും അത്യന്തം ഗൗരവതരമായിട്ടുള്ള തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് തിരുത്തപ്പെടണമെന്നുള്ളതാണ്. അതിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം. ആ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ ദൗർഭാഗ്യകരമാണ്. ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രതിപക്ഷത്തിന് എന്താണ് ഇതിൽ പറയാനുള്ളത്? പ്രതിപക്ഷത്തിന് എന്താണ് ഇതിലുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായി മുന്നോട്ട് വെക്കാനുള്ള നിർദ്ദേശം? സർക്കാർ അത് കേട്ടുകൊണ്ട് നമുക്ക് ഒന്നിച്ച് കാര്യങ്ങൾ അതിൽ ഇടപെട്ടുകൊണ്ട് ഇതിലൊരു മാറ്റമുണ്ടാകണം. മാറ്റമുണ്ടായേ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഒരു ചലച്ചിത്ര താരം ഇത് സഹി കെട്ടിട്ട് ഒരു കാലഘട്ടത്തിൽ വിട്ടുപോയി എന്ന് രാവിലെ പറയുന്നത് കേട്ടു. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർ ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും പ്രതിഭാധനരായിട്ടുള്ള വ്യക്തികൾക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ ജോലി ചെയ്യുന്നതിനും സുരക്ഷിതമായി ജോലി ചെയ്യുന്നതിനുമുള്ള ഇടമായി നമുക്ക് മലയാള സിനിമ മറ്റ് സിനിമാ മേഖലകൾക്കൊരു മാതൃകയാകാം. അതിനുള്ള അടിസ്ഥാനമാണിത്. നമുക്ക് ഒന്നിച്ചു നിൽക്കാം. ഇത് അവസാനിപ്പിച്ചേ മതിയാവുകയുള്ളൂ. സ്ത്രീവിരുദ്ധത അവസാനിപ്പിക്കണം, അതിക്രമങ്ങൾ അവസാനിപ്പിക്കണം, ചൂഷണം അവസാനിപ്പിക്കണം. നിശബ്ദരായി നിൽക്കേണ്ടി വരുന്ന ഒരു വിഭാഗത്തെ ചൂഷണം ചെയ്യുന്ന ഒരു പ്രവണത, ഒരു രീതി അവസാനിപ്പിക്കണം. അതിനൊരു സംശയമില്ല. സർക്കാർ അതിന് സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ഈ കമ്മിറ്റിയിൽ ഒരു കാര്യം കൂടെ പറയുന്നത്, റിപ്പോർട്ടിന് ഒരു ട്രൈബ്യൂണൽ സ്ഥാപിക്കണം സിനിമാ മേഖലയിൽ. അതിനെന്തെങ്കിലും ഏത് അറ്റം വരെയും, അതായത് ഇതിൽ സാധ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും സർക്കാർ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല, അത് ചെയ്യും. നമുക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ സാധ്യമാക്കാം.